ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചായയൊക്കെ വെച്ചിട്ട് കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പാഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഞാൻ അവളോട് വെളിയിലേക്ക് എൻ്റെ കൂടെ വാഴ പറയുമായിരുന്നു കേട്ടോ. ചായ കുടിക്കാൻ പോകുമ്പോഴേക്കാണ് നമുക്ക് ചീര വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു കെട്ട് ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ അതവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് ചായ കുടിക്കാൻ എടുത്തിട്ട് പോയിട്ട് വെളിയിലിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. നല്ല തണുപ്പൊക്കെ ഉള്ള കാരണം വെളിയിലിരുന്ന് ചായ കുടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചാൽ തുടങ്ങും നമ്മുടെ പാഞ്ചു ഇങ്ങനെ കിടന്ന് ഉള്ളിലൊക്കെ റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ ഉള്ളിൽ നിന്ന് വന്നിട്ട് പിന്നെ വെളിയിൽ വന്നു, പിന്നെ കൊണ്ട് ഉള്ളിലേക്ക് വരിക, ഇത് തന്നെയാണ് കേട്ടോ അവൾക്ക് പണി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം പിന്നെ മെല്ലെയാണ് കേട്ടോ നമ്മൾ പണികൾ തുടങ്ങുന്നതും അതുപോലെ എണീക്കുന്നതൊക്കെ മെല്ലെയാണ് കേട്ടോ. ഒരുപാട് നേരത്തെയൊന്നും എണീക്കുന്നില്ല. പിന്നെ ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക, പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ ആയില്ലേ നമ്മൾ പൂരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ അതിനുള്ള ഗോതമ്പ് മാവൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ പാല് നന്നായി തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ അതിലേക്ക് റവയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കുഴച്ച് വെക്കുന്നത്. അധികം റവയൊന്നുമില്ല, കുറച്ച് റവ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് സാധാരണ കുഴയ്ക്കും പോലെ തന്നെ നന്നായി തന്നെ കുഴച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മളൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഡപ്പിയിലാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ ആക്കി വെക്കുക. അപ്പോൾ ഏത് ഡപ്പിയിലാണ് നമ്മുടെ ക്യാരറ്റ് ആക്കി വെച്ചത് എന്നുള്ള എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ 3-4 പാത്രം എടുത്തതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റ് പാത്രം തപ്പിയെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് 2 ക്യാരറ്റ്, പിന്നെ അതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ്, പച്ചമുളക് അതെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അതെല്ലാം തൊലി കളഞ്ഞ് നന്നായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന കറിയൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടില്ലേ നമുക്ക് പൂരിയുടെ കൂടെ കിട്ടുന്ന മസാല, അതുപോലെ സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പാഞ്ചു അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുക്കറെല്ലാം വെച്ച് കൊടുത്ത് നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തു. അതുപോലെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ച് വരട്ടെ. അപ്പോൾ ഞാനതവിടെ അടച്ച് വെച്ചിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ട് നമുക്ക് ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയിരിക്കുന്നതെന്ന് എന്താ പറയുക, മണത്തങ്കാളി ഇലയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. മണത്തങ്കാളിയുടെ ചീരയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് നല്ലപോലെ തന്നെ അതിലേക്ക് നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മുടെ ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് വെച്ച് നന്നായി കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ കൂടിയിലാക്കിയിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാമല്ലോ. അപ്പോൾ ആദ്യം നല്ലപോലെ വെള്ളത്തിൽ മുക്കി കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ തണ്ട് ഭാഗത്തിന് നല്ല മൂപ്പുള്ള കറി ഞാനതൊന്ന് അരിഞ്ഞ് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ നന്നായി നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ തണ്ട് നോക്കിയപ്പോൾ തണ്ട് കുറച്ച് മൂത്തിരിക്കുന്നു കേട്ടോ. നമ്മൾ ചാറ് വെക്കുകയാണെങ്കിൽ നമ്മൾ തണ്ട് കൂടെ ചേർത്തിട്ട് വെക്കുക. നമ്മളൊന്ന് ചാറില്ല കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ തണ്ടെടുത്തില്ല. പിന്നെ നമ്മുടെ ബക്കറ്റിൽ നിന്ന് നമ്മുടെ ചീര നന്നായി തന്നെ ഒന്ന് കഴുകി മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ആ വെള്ളം നമ്മൾ അവിടെ വാഷ് ബേസിനിൽ ഒഴിച്ചില്ല കേട്ടോ. അത് നേരെ കുഴിയിലേക്ക് പോയി നിറയല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പുറത്തൊരു വാഷ് ബേസിനുണ്ട്, അതിലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ വാഴത്തോട്ടിക്കാണ് കേട്ടോ പോകുക. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ചീര കഴുകിയ വെള്ളം നേരെ എടുത്തിട്ട് ഇപ്പുറത്തെ വാഷ് ബേസിനിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ നമ്മുടെ ചീരയൊക്കെ ഇതുപോലെ കഴുകിയെടുത്തു. അതുപോലെ നമ്മുടെ പാത്രത്തിലിട്ടിട്ട് നമ്മളൊന്ന് വെള്ളമൊക്കെ ആക്കി നന്നായി കഴുകിയതിന് ശേഷം അത് പിന്നെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് പിന്നെ വേഗം തന്നെ ഒന്ന് മിറ്റൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ഒന്ന് മിറ്റൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസിൽ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നത്ര നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് ലെങ്തി ആകാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം മിറ്റോടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയി വന്ന ശേഷം ബാക്കിയുള്ള നമ്മുടെ കുക്കിങ്ങൊക്കെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ കൂട്ടാനൊക്കെ നന്നായി തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഉടച്ച് കൊടുത്തിട്ട് ആകുമ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന്
ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുക. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. നന്നായി തന്നെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാവ് കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവറാണ് കേട്ടോ കലക്കി ഒഴിക്കുന്നത്. ഞാൻ ഇതുവരെ മാവൊന്നും കലക്കി ഒഴിച്ച് ചേർത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയോ അതുപോലെ മൈദപ്പൊടിയോ എല്ലാം ചേർക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് കിട്ടാറുള്ളത് നമ്മുടെ കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ വഴറ്റി ചെയ്യുന്നതിൽ ഞാൻ ഇതുപോലെ മാവും പൊടികളൊന്നും ചേർക്കാറില്ല. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് 1 സ്പൂൺ കേട്ടോ കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിച്ച് നോക്കിയിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിലൊരു ടേസ്റ്റ് വ്യത്യാസം വന്നാലോ പറഞ്ഞിട്ടാണ് ഞാൻ പൊടികളൊന്നും ചേർക്കാത്തത് കേട്ടോ. പക്ഷേ നമ്മൾ ഗോതമ്പ് പൊടി മൈദപ്പൊടി ഇതിനെക്കാട്ടിലൊക്കെ നന്നായിരിക്കുക നമ്മുടെ കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതൊരു 1 സ്പൂൺ മതിയാവും. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി തിളപ്പിക്കണം. എന്താ പറയുക, നമ്മുടെ കോൺഫ്ലവറിൻ്റെ പച്ചമണമൊക്കെ മാറണമല്ലോ. നന്നായി തിളപ്പിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ നമ്മുടെ കടുകും ഉഴുന്നപ്പരിപ്പൊക്കെ ചേർത്തിട്ട് കടുക് വറുത്തിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തീർന്നിരിക്കണം. നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒഴിച്ച് വെക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി മുക്കാലും നമ്മുടെ കുപ്പി നിറച്ചതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചീനിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൂരിയല്ലേ ഉണ്ടാക്കണം, അപ്പോൾ അതിന് കുറച്ച് എണ്ണ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തീ കത്തിച്ച് നന്നായി തന്നെ ഒന്ന് ചൂടായി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് നമ്മുടെ പൂരിയൊക്കെ വാങ്ങിയിടാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മാവൊക്കെ ഒന്ന് ഉരുണ്ട പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ അശ്വിനും പോയിട്ട് ഓരോ കറിവേപ്പില പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. കുഞ്ഞ് കറിവേപ്പിലാണ് കേട്ടോ. അതുകൂടെ ചേർക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരാറുള്ളത്. അപ്പോൾ ഞാൻ ചേർക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവരോട് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ പോയിട്ട് ഓരോന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. ഈ സമയം കൊണ്ട് അതിന് ഞാൻ കുറേശ്ശൊക്കെ ഉരുട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിൻ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത്തിരി ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഞാൻ വിളിക്കാറൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ എനിക്ക് ഉരുട്ടി തരികയാണ് കേട്ടോ. ഒരു 3-4 നന്ന ഭാഗത്തിൽ തന്നെ ഉരുട്ടി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരത്താനുള്ള എല്ലാ സാധനവും വെച്ച് കൊടുത്തിട്ട് വേഗം തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ തന്നെ കുറച്ച് സമയമായി കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഇങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വന്ന ഉടനെ നമുക്ക് പിന്നെ അരച്ച് ചേർക്കാനൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം കേട്ടോ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഭൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തി പോലെ അത്ര സമയം വേണ്ടി വരില്ലല്ലോ നമ്മുടെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായി നമ്മുടെ അശ്വിൻ ഭൂരി വേണം പറയുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാണ് ഒന്ന് ഉണ്ടാക്കിയത്. നമുക്ക് സ്കൂൾ തുറന്നാലൊന്നും ഇത് രാവിലെ നേരത്തെ ഉണ്ടാക്കാനാവായൊന്നുമില്ല. പക്ഷേ രാവിലെ എണീച്ചതും കുട്ടികളിങ്ങനെ എണ്ണമെഴുക്ക് കഴിച്ചിട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്കൂളിലുള്ള സമയത്തൊന്നും രാവിലെ നേരം ഭൂരിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ. അത് കഴിച്ച് ഇനിയിപ്പോൾ സ്കൂളിൽ പോയി ചിലപ്പോൾ ഛർദ്ദിക്കുകയോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട്. അതുകൊണ്ട് അപ്പൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അതുപോലെ ശനി ഞായറോ അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഭൂരി ഭട്ടൂര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് സ്കൂളില്ലാത്ത കാരണം വേഗം തന്നെ ഞാനത് ഉണ്ടാക്കി. പിന്നെ വേഗം തന്നെ നമ്മുടെ അശ്വിനും ഏട്ടനും കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ അവർക്ക് രണ്ടാൾക്കും ഭൂരിയും അതുപോലെ കറിയെല്ലാം ഒന്ന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. നമ്മുടെ ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഞാൻ തീ താത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമുക്കല്ല അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടാളും കഴിക്കാൻ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൂരി കൂടെ വേഗം തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിന് നേരം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പൂരിയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും അക്ഷയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ പൂരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനതെല്ലാം എണ്ണ വാരാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഒരുപാടൊന്നും പോയിട്ടില്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ പേപ്പർ വയ്ക്കുന്ന കാരണം ഒരുപാട് മാവൊന്നും തെറിച്ച് പോവില്ല. അപ്പോൾ ഞാൻ പേപ്പറൊന്ന് മടക്കി കൊടുത്തു. അവിടെ ഒന്ന് ചെറുതായി തന്നെ
ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. അതിനുള്ളിൽ തന്നെ നമ്മൾ കാപ്പി കൂടെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ ഒന്ന് ആറ്റിയെടുത്തു. അതിന് ശേഷം പിന്നെ ഞാനും അക്ഷയും കൂടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കാപ്പി കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ആളും വന്നിരുന്നിട്ട് ഞാനും അക്ഷയും ഭക്ഷണം കഴിച്ചു. പിന്നെ മൂപ്പരിത്തിരി കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അശ്വിന് അവിടെ ഇരുന്ന് നമ്മുടെ കാർട്ടൂൺ കാണുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കഴിച്ചോളൂ, ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കാനുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം തന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്, നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തു. അതുപോലെ നമ്മുടെ കൂട്ടാനെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, അതുപോലെ പൂരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, അതെല്ലാം കൊണ്ടുപോയി ഒന്ന് കഴുകാനിട്ടു കേട്ടോ. അപ്പോൾ അധികം പാത്രമില്ല, കുറച്ച് തന്നെ ഉണ്ടാറുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടെ റെഡിയാക്കാനുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ വാഷ് ബേസിനെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം അവിടെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തുടച്ചതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം കുറച്ച് തൈരുണ്ടായിരുന്നു കേട്ടോ, തൈരല്ല പാലുണ്ടായിരുന്നു, അതൊന്ന് ഉറവൊഴിച്ച് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മുടെ ചീര ഒന്ന് കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചീര വാങ്ങുന്നതും കഴിക്കുന്നതും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് ഫസ്റ്റ് അറിയില്ല. എന്നാലും ഞാൻ തണ്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. അത് തണ്ട് മാറ്റിയിട്ട് ഇല മാത്രമായിട്ടല്ല, തണ്ടോട് കൂടി തന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം ചൂടായി, നമ്മൾ അരി ചേർത്ത് കൊടുത്തു കേട്ടോ. അതിനുള്ളിൽ തന്നെ നമ്മുടെ അരിയെല്ലാം നന്നായി തിളച്ച് വന്നു. ഞാൻ പിന്നെ വേഗം തന്നെ അതിനെ കൊണ്ടുപോയിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ വേഗം വന്നിട്ട് നമ്മുടെ ചീരയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് കൂട്ടാൻ വെച്ചെടുക്കാൻ വേണ്ടു. ഞാനപ്പോൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് ഉഴുന്നപ്പരിപ്പ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തില്ല. ഇനി കുട്ടികളതൊക്കെ കടിക്കണോ പറയും പറഞ്ഞിട്ട് ഞാനത് ചേർത്തില്ല കേട്ടോ. പിന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് 3-4 വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായി തന്നെ വഴണ്ടി വരട്ടെ കേട്ടോ. ചെറുതായി വഴണ്ടി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഇപ്പം മിക്സ് ചെയ്താൽ മതി കേട്ടോ, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരയുടെ കളർ ആകെ മാറും കേട്ടോ. അടച്ച് വെക്കാണ്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒന്ന് താണു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് താണപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അധികം ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. എന്താ പറഞ്ഞാൽ ഉപ്പ് ഒരുപാട് നമ്മൾ അറിയാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയുക വെന്ത് വരുമ്പോൾ അത് ഉപ്പ് കൂടുതലായി തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ അതിന് നല്ല വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് വറ്റാൻ വേണ്ടി നിന്നു. അതുകൂടെ കുറച്ച് വറ്റി വന്നപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ. തേങ്ങ എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതുപോലെയുള്ള ഉപ്പേരികൾക്ക് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമുണ്ട് കേട്ടോ, കുറച്ചുകൂടെ വെള്ളമുണ്ട്, അതുകൂടെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് വകഞ്ഞ് കൊടുത്തതിന് ശേഷം 2 കോഴിമുട്ട കൂടെ ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഉപ്പേരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ 2 ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. 2 കോഴിമുട്ട ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറിയ തീയിൽ നമ്മുടെ കോഴിമുട്ട ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നന്നായി തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കോഴിമുട്ട ഒന്ന് നന്നായി തന്നെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കോഴിമുട്ട നന്നായി തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഞാനതൊന്നും ചേർക്കാൻ നിന്നില്ല, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മുളക് വറുത്ത പുളി കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞു, നമ്മുടെ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ അവിടെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അക്ഷയ് എല്ലാവിടെയും നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കള പണി കഴിഞ്ഞപ്പോൾ അടുക്കള കൂടെ ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം നല്ല തുണികൾ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു, അത് ഞാൻ വേഗം വന്ന് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം കൈയൊക്കെ ഒന്ന് കഴുകി മുഖമെല്ലാം കഴുകിയതിന് ശേഷം വന്നിട്ട് കുറച്ച് നേരം കുറച്ച് വെള്ളവും കുടിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഉണ്ണേണ്ട സമയമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി കുറേ നേരം കൂടെ കഴിയണം, അപ്പോഴേ ചോറിനാനുള്ള സമയമാവുള്ളൂ. അതിനുശേഷം പിന്നെ ചോറിനാനുള്ള സമയമായപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ചോറ് വാർത്തതെല്ലാം എടുത്തിട്ട് വന്നിട്ട്
ചോറെല്ലാം വിളമ്പിയിട്ട് ഉമ്മറത്തോണ്ട് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചീര ഉപ്പേരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഉപ്പേരി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉപ്പേരി കഴിക്കുന്നത്. ഒരു കശപ്പോ ഒരു ടേസ്റ്റ് കുറവോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ചീര കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മണത്തങ്കളിയിലയുടെ ചീര. അപ്പോൾ നമ്മളിവിടെ രാവിലെ നേരം ശനിയാഴ്ചകളിൽ വിൽക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.